ആദ്യ വീട്ടിലേക്ക് ചെന്നതും അവന്റെ അമ്മ എങ്ങോട്ടോ പോകാൻ ഡോർ അടച്ചിറങ്ങുകയായിരുന്നു. ആ മോൻ വന്നോ? ഞാൻ ഏട്ടന്റെ അടുത്തേക്ക് പോകാൻ ഇറങ്ങിയായിരുന്നു. ഏട്ടൻ അങ്ങോട്ട് വിളിച്ചു. അവർ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. എന്തു പറ്റി അമ്മേ? അമ്മാവന് എന്തേലും വയ്യായിക വല്ലതും ഉണ്ടോ? അവൻ സംശയത്തോട് ചോദിച്ചു. ഏയ് അതൊന്നുമല്ല, നിന്റെ ശിവയുടെയും കല്യാണത്തിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയാ. ഇനിയിപ്പോൾ നീട്ടിക്കൊണ്ട് പോകണ്ടെന്നാ ഏട്ടൻ പറയുന്നത്. കേട്ടപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നിന്റെ അച്ഛന് പിന്നെ പണം എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളൂ. അവർ അവനെ നോക്കി പറഞ്ഞു. ആദിക്ക് അവന്റെ അച്ഛനെ പറ്റിയുള്ള കാര്യങ്ങളും പോലീസ് ഉടനെ അയാളെ അറസ്റ്റ് ചെയ്യും അവരോട് പറയണമെന്നുണ്ടായിരുന്നു. എങ്കിലും എന്തുകൊണ്ടോ അവനത് പറയാൻ തോന്നിയില്ല. എങ്കിൽ ഞാൻ പോയിച്ചും വരാം മോനെ. അവർ അവനെ നോക്കി പറഞ്ഞതും അവൻ തലകുലുക്കി. അവർ പോകാനായിട്ട് ഇറങ്ങി. അമ്മേ. അവർ പോകാനായിട്ട് ഇറങ്ങിയതും അവൻ പുറകിൽ നിന്നും വിളിച്ചു. എന്താ ആദി? അവർ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഞാനും കൂടി വരുന്നു, നമുക്കൊന്നിച്ചു പോകാം. അവൻ അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. അവൻ ഡോറും പൂട്ടി ഇറങ്ങി. പിന്നെ അവർ ഇരുവരും അങ്ങോട്ടേക്ക് തിരിച്ചു. അവർ ചെന്നപ്പോൾ ശിവയുടെ അച്ഛനും അമ്മയും ഒക്കെ സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരെയും കണ്ടതും ശിവയുടെ അച്ഛനും അമ്മയും അവരെ നോക്കി പുഞ്ചിരിച്ചതും അവരും ചിരിച്ചു. ഏട്ടാ, ഇപ്പം എങ്ങനെയുണ്ട്? അവർ സംശയത്തോടെ അയാളോട് ചോദിച്ചു. കുഴപ്പമില്ല മോളെ, കയറി വാ. അയാൾ സ്നേഹത്തോടെ അവരെ രണ്ടുപേരെയും ക്ഷണിച്ചു. ആദ്യം ഇന്ന് ഓഫീസിൽ പോയില്ലേ? ശിവയുടെ അമ്മ അവനെ നോക്കി ചോദിച്ചു. ഇല്ല, ഇന്ന് മറ്റൊരാവശ്യം ഉണ്ടായിരുന്നു, അതിന് പോയിരിക്കുകയായിരുന്നു. ശിവ കോളേജിൽ നിന്നും വന്നില്ലേ? അവൻ തിരികെ അവരോട് ചോദിച്ചു. അവളിന്ന് കോളേജിൽ പോയില്ല മോനെ. അതെന്തു പറ്റി? അവൾക്ക് എന്തേലും വയ്യായികയാണെന്ന് കരുതി അവൻ സംശയത്തോടെ അവരോട് ചോദിച്ചു. അവളുടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ വിവാഹമായിരുന്നു, അതിന് പോയിട്ട് വന്നിട്ട് കിടക്കുക. അവർ ചിരിയോടെ പറഞ്ഞതും അവനും ഒന്ന് പുഞ്ചിരിച്ചു. ആദി, ഞാൻ ഇവളെ വിളിച്ചത് നിങ്ങളുടെ വിവാഹത്തെപ്പറ്റി സംസാരിക്കാനാണ്. നിനക്കതിന് എതിർപ്പൊന്നുമില്ലല്ലോ? അയാൾ വീണ്ടും സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഇല്ലമ്മാവാ, അവൻ അയാളെ നോക്കി മറുപടി പറഞ്ഞു. ദാസ് ഇതുവരെ എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ. അയാൾ വിഷമത്തോടെ ആദിയുടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അതേട്ടാ, ഏട്ടനറിയാലോ ആ മനുഷ്യന്റെ സ്വഭാവം. അവർ വിഷമത്തോടെ പറഞ്ഞു. ഞങ്ങൾക്ക് പറ്റിയ ഒരേ ഒരു തെറ്റായിരുന്നു മോളെ അവൻ. നിന്റെ ജീവിതം ഞങ്ങൾ നശിപ്പിച്ചു അല്ലേ? അയാൾ വിഷമത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവർ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ വിധി ഇതായി പോയതിന് എന്തിനാ ഏട്ടാ നിങ്ങൾ സ്വയം പഴിക്കുന്നത്? നിങ്ങളൊരിക്കലും എൻ്റെ ചീത്തയെ കരുതി എനിക്കൊന്നും ചെയ്തു തരില്ലല്ലോ. എനിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് കരുതിയല്ലേ അയാളുടെ കൈ പിടിച്ച് എന്നെ നിങ്ങളെ ഏൽപ്പിച്ചത്. പക്ഷേ ഒരാളുടെ ഉള്ളു തുറന്നു നോക്കാനൊന്നും നമുക്കാവില്ലല്ലോ ഏട്ടാ, അവർ വിഷമത്തോടെ പറഞ്ഞു. എൻ്റെ പെങ്ങൾക്ക് സംഭവിച്ചത് ഒരിക്കലും എൻ്റെ മകൾക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് എൻ്റെ മോളെ ഞാൻ ആദിക്ക് കൊടുക്കുന്നത്. അവനവളെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നോക്കില്ലേ ആദി? അയാൾ വിശ്വാസത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഞാൻ നോക്കിക്കോളാം അമ്മാവ. എൻ്റെ ഭാഗത്തു നിന്ന് അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കോളാം, അവൻ ഉറപ്പോടെ പറഞ്ഞതും അവർ പുഞ്ചിരിച്ചു. ഞാൻ ചായ എടുക്കട്ടെ, നിങ്ങൾ കയറിയിരിക്കെ. ശിവയുടെ അമ്മ അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. ആദിയുടെ അമ്മയും ശിവയുടെ അച്ഛനും അവിടെ ഇരുന്ന് പിന്നീട് കല്യാണക്കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. ശിവയുടെ അമ്മ അടുക്കളയിലേക്ക് ചായ എടുക്കാൻ പോയിരുന്നു. ആദിയാണെങ്കിൽ ശിവ ഇപ്പോൾ ഇറങ്ങി വരും എന്നുള്ള പ്രതീക്ഷയോടെ അകത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ നിമിഷങ്ങൾ കഴിഞ്ഞിട്ടും അവളെ പുറത്തേക്ക് കാണാഞ്ഞതും അവൻ പതിയെ അവിടെ നിന്നും എഴുന്നേറ്റു. പിന്നെ ശിവയുടെ മുറിയിലേക്ക് നടന്നു. അവൻ ചെന്നപ്പോൾ ശിവയുടെ മുറിയുടെ വാതിൽ ചെറുതായി ചാരിയിട്ടിട്ടുണ്ടായിരുന്നു. അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ ആ വാതിൽ തുറന്നു. കട്ടിലിൽ കിടക്കുകയാണവൾ. അവൻ കൊടുത്ത സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അത് കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി. നേരെ കിടക്കുകയാണവൾ. സാരി കാലിൻ്റെ അവിടുന്ന് കുറച്ച് മുകളിലേക്ക് കയറി കിടപ്പുണ്ട്. കാലിൽ കിടക്കുന്ന സ്വർണ്ണ നൂല് പോലെയുള്ള കൊലുസ് അവളുടെ വെളുത്ത കാലിന് കുറച്ചുകൂടി ഭംഗി കൂട്ടുന്നുണ്ട്. കാലിൽ നിന്നും കണ്ണുകൾ വേർപെടുത്തിയ അവൻ മുകളിലേക്ക് നോക്കി. ഫാനിന്റെ കാറ്റിൽ അവളുടെ വയറ്റിൽ നിന്നും സാരി ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട്. ഓൾറെഡി അത് കുറച്ച് മാറിക്കിടപ്പുണ്ട്. അതിൻ്റെ കൂടെ ഫാനിന്റെ കാറ്റിൽ അത് മാറി അവളുടെ നാഫിച്ചുഴി എടുത്തു കാണിക്കുന്നുണ്ട്. നിഷ്കളങ്കമായി ഉറങ്ങുകയാണവൾ. മുടി അഴിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അവയും ഇടയ്ക്കിടയ്ക്ക് അവളുടെ മുഖത്തിലേക്ക് പറക്കുന്നുണ്ട്. എന്തോ അവൾ ഉറങ്ങുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അവൻ കണ്ണെടുക്കാതെ അവളെ അടിമുടി നോക്കിക്കൊണ്ട് നിന്നു. നിനക്ക് ഇത്ര ഭംഗിയുണ്ടായിരുന്നോ ശിവ? അവൻ മനസ്സിൽ ചിന്തിച്ചതും എന്തിനോ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ യാന്ത്രികമായി അവളുടെ അടുത്തേക്ക് നടന്നു. പതിയെ അവളുടെ കട്ടിലിന്റെ സൈഡിലേക്ക് അവൻ ഇരുന്നു. അവളുടെ മുഖത്തേക്ക് കിടക്കുന്ന മുടികളെ മാടി ഒതുക്കി അവൻ ചെവിക്ക് പുറകിലേക്ക് വെച്ചതും അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് അവന്റെ സൈഡിലേക്ക് തന്നെ തിരിഞ്ഞു കിടന്നു. അവൾ അങ്ങനെ കിടന്നതും വയറിന്റെ ഭാഗത്തു നിന്നും സാരി പൂർണ്ണമായും താഴേക്ക് വീണിരുന്നു. എന്നാൽ അവളുടെ മുഖത്തേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അവൻ അത് കണ്ടിരുന്നില്ല. അവളുടെ നിറയെ കൺപീലികളുള്ള കണ്ണിലേക്കും ചുണ്ടിലേക്കും മാത്രമായിരുന്നു അവന്റെ ശ്രദ്ധ. എന്നാൽ ഇതൊന്നും അറിയാതെ അവൾ ഉറങ്ങുകയായിരുന്നു. കുറെ നേരം അവളെ നോക്കിയിരുന്ന അവൻ അവളെ ഉണർത്തേണ്ട എന്ന് കരുതി എഴുന്നേറ്റ് അവിടെ നിന്നും പോകാൻ തുടങ്ങി. പോകുന്നതിന് മുൻപ് ഒന്നുകൂടി അവളെ തിരിഞ്ഞു നോക്കിയതും നഗ്നമായ അവളുടെ ഇടുപ്പും വയറുമാണ് അവൻ കണ്ടത്. അത് കണ്ടതും അവൻ വല്ലാതെയായി.
അവളുടെ വെളുത്ത വയറിലേക്കും ഇടുപ്പിലേക്കും അവൻ്റെ കണ്ണുകൾ പോയി. പോകാൻ നിന്ന അവൻ യാന്ത്രികമായി അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് അവൻ ഇരുന്നു. എന്തോ അവളുടെ നഗ്നമായ വയറിൽ തലോടാൻ, ഒന്ന് സ്പർശിക്കാൻ അവൻ്റെ ഉള്ളു തുടിച്ചു. കാണും തോറും തൻ്റെ രക്തം ചൂട് പിടിക്കുന്നത് അവൻ അറിഞ്ഞു. അതിൻ്റെ ബലം എന്ന പോലെ വിയർപ്പ് തുള്ളികൾ അവൻ്റെ മുഖത്ത് പ്രത്യക്ഷമായി. അവൻ കരങ്ങൾ അവളുടെ വയറിൻ്റെ അടുത്തേക്ക് ചലിപ്പിച്ചു. എത്രയൊക്കെ വേണ്ടെന്നും മനസ്സ് പറഞ്ഞെങ്കിലും ബുദ്ധി അതിന് സമ്മതിക്കാതെ അവൻ വിരലുകൾ കൊണ്ട് അവളുടെ നഗ്നമായ വയറ്റിൽ തലോടി. അവൾ ഇക്കിളിയായതുപോലെ ഒന്ന് ചിണുങ്ങി. അവൾ ചിണുങ്ങിയതും അവൻ പേടിച്ച് തൻ്റെ കൈകൾ വലിച്ചെടുത്തു. പിന്നെ അവളെ നോക്കി. അവൾ അതേപോലെ തന്നെ ഉറങ്ങുന്നുണ്ട്. ദൈവമേ, എന്തൊക്കെയാ എൻ്റെ മനസ്സിൽ തോന്നുന്നത്? ചാഞ്ചാടുന്ന അവൻ്റെ മനസ്സിനെ ഓർത്ത് അവൻ സ്വയം പറഞ്ഞു. അവളുടെ നഗ്നമായ വയറ്റിലും ഇടുപ്പിലും ചുണ്ടുകൾ ചേർക്കാൻ അവൻ്റെ മനസ്സ് തുടിച്ചു. എത്രയൊക്കെ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ അവന് സാധിക്കുന്നില്ലായിരുന്നു. അവൻ യാന്ത്രികമായി അവളുടെ വയറ്റിൻ്റെ അടുത്തേക്ക് കുനിഞ്ഞു. വെളുത്ത അവളുടെ വയറിൽ യാന്ത്രികമായി അവൻ ചുണ്ടുകൾ ചേർത്തു. പെട്ടെന്ന് ശിവ ഞെട്ടി ഉണർന്നതും തൻ്റെ വയറ്റിൽ നിന്നും ചുണ്ടുകൾ വേർപ്പെടുത്തത് ആദിയാണ് കണ്ടത്. അവൾ എഴുന്നേറ്റതും അവനും ഞെട്ടിപ്പോയി. ഇരുവരും ഞെട്ടലോടെ പരസ്പരം നോക്കി. അവൾ കണ്ടു എന്ന് മനസ്സിലായതും ആദിക്കാകെ ചളുപ്പ് തോന്നി. ശിവയുടെ അവസ്ഥയെ മറിച്ചായിരുന്നില്ല. അവൾക്കും എന്തോ അവന്റെ മുഖത്തേക്ക് നോക്കാൻ ചളുപ്പ് തോന്നിയിരുന്നു. അവൾ അവനെ നോക്കാതെ മുഖം കുനിച്ചു. അവൻ ചളുപ്പ് കാരണം അവിടെ നിന്നും എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങി. അവൾ എന്ത് കരുതി കാണുമെന്നായിരുന്നു അവന്റെ മനസ്സിൽ മുഴുവൻ. ആദിയേട്ടാ, പെട്ടെന്ന് അവൾ വിളിച്ചതും അവൻ നിന്നു. പിന്നെ തിരിഞ്ഞവളെ നോക്കി. എപ്പോ വന്നു? ഞാൻ ഉറങ്ങിപ്പോയി. ഫ്രണ്ടിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു. പോയിട്ട് വന്നപ്പോൾ ഭയങ്കര ക്ഷീണം. അവൾ അവനെ നോക്കി പറഞ്ഞു. അത് ഞാൻ കുറച്ച് നേരമായി. അമ്മ വന്നപ്പോൾ വെറുതെ കൂടെ വന്നതാ. അപ്പം നിന്നെ പുറത്തേക്ക് കണ്ടില്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് ഒന്ന് നോക്കാമെന്ന് കരുതി. അങ്ങനെ വന്നതാ. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. നീ കിടന്നോ, ഞാൻ പോവാ. അവൻ അവളെ നോക്കി പറഞ്ഞു. അവൻ ആകെ ചളുപ്പ് തോന്നിയെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവൻ വീണ്ടും പോകാനായിട്ട് തിരിഞ്ഞു. അവൻ പോകുന്നത് നോക്കിയിരുന്നു. ശിവ അവൻ പോകുന്നതിന് മുൻപ് വീണ്ടും അവനൊന്ന് തിരിഞ്ഞു നോക്കി. അവൾ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെയും നോക്കി. സോറി ശിവ, ഞാൻ പെട്ടെന്ന് സോറി, അവൻ ചളുപ്പോടെ പറഞ്ഞു. അവൾ അതിന് ഉത്തരം ഒന്നും പറയാതെ അവനെ തന്നെ നോക്കി. അവൻ ഒന്നുകൂടി അവളെ നോക്കിയിട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൻ പോയതും എന്തിനോ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ആദ്യം പുറത്തേക്ക് ഇറങ്ങി ശിവയുടെ അച്ഛനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ശിവയും അങ്ങോട്ടേക്ക് വന്നിരുന്നു. ആ മോളെ വാ, നിങ്ങളുടെ വിവാഹം ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു കേട്ടോ. അടുത്ത മാസം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ അങ്ങോട്ടേക്ക് വന്നതും അവളുടെ അച്ഛൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അത് കേട്ടതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനും തിരികെ അവളെ നോക്കി. എന്താ മോളെ, മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത് കണ്ടതും അയാൾ സംശയത്തോട് ചോദിച്ചു. ഒന്നുമില്ല അച്ഛേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അവൾ അയാളെ നോക്കി പറഞ്ഞതും അയാൾ പുഞ്ചിരിച്ചു. അപ്പോഴാണ് ആദിക്കൊരു കോള് വന്നത്. കാശി എന്നെഴുതിയിരിക്കുന്ന നമ്പറിൽ നിന്നുമുള്ള കോള് കണ്ടതും അവൻ അതെടുത്ത് ചെവിയിലേക്ക് വെച്ചു. ആദി, സ്റ്റേഷനിൽ നിന്നും വിളിച്ചിരുന്നു. നിന്റെ അച്ഛനെ അവർ അറസ്റ്റ് ചെയ്തു ഓഫീസിൽ വെച്ച്. നീ എവിടെയാ? കാശി പറഞ്ഞതും ആദി അവൻ്റെ അമ്മയുടെ മുഖത്തേക്കാണ് നോക്കിയത്. അവരുടെ രണ്ടുപേരുടെയും കല്യാണം നിശ്ചയിച്ചതിലുള്ള സന്തോഷത്തിലിരിക്കുകയായിരുന്നു അവർ. പെട്ടെന്ന് ആദിയുടെ മുഖമൊന്ന് മാറിയതും അവരെല്ലാവരും ആദിയെ തന്നെ നോക്കി. അവൻ കാശിയോട് അങ്ങോട്ടേക്ക് വരാമെന്നും പറഞ്ഞ് ഫോൺ വെച്ചു. എന്താ ആദി, എന്തു പറ്റി? അവൻ്റെ മുഖം കണ്ടതും അവർ സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു. അത് പിന്നെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവൻ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും എല്ലാവരും ഞെട്ടി. എല്ലാവരും അത് കേട്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. അവർക്കാർക്കും എന്താണെന്നൊന്നും മനസ്സിലായില്ല. എന്തിന്? ശിവയുടെ അച്ഛനാണ് അവനോട് ചോദിച്ചത്. കാശി പറഞ്ഞതും അവന് തോന്നിയതായിട്ടുള്ള എല്ലാം അവൻ അവരോട് പറഞ്ഞു. അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ട് ഞെട്ടി നിൽക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചിരുന്നുള്ളൂ. മോളെ, തൻ്റെ പെങ്ങളുടെ നിൽപ്പും അവസ്ഥയും കണ്ട് അയാൾ വിളിച്ചു. ഏട്ടാ, അയാൾ കൊന്നത്? അങ്ങനെ കൊല്ലാനൊക്കെ അയാൾക്ക് പറ്റുമോ? സ്ത്രീ വിഷയവും സ്വഭാവമൊക്കെ ആണെന്നറിയാം. പക്ഷേ അങ്ങനെ ഒരാളെ അല്ല, രണ്ടുപേരെ കൊല്ലാൻ? അവരുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. മോളെ, അയാൾ എഴുന്നേറ്റ് എന്ന് അവരെ ചേർത്ത് പിടിച്ചു. അവർ അയാളുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. അമ്മേ, ഞാനൊന്ന് പോയിട്ട് വരാം. ആദി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. മോനെ, ഞാനും കൂടി വരാം. അയാളും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. വേണ്ടമ്മാവാ, സാരമില്ല, ഞാൻ പോയിട്ട് വരാം, അവൻ പറഞ്ഞു. എന്നാൽ അയാൾ അതിന് കൂട്ടാക്കിയില്ല. അയാളും വരുന്നുവെന്ന് പറഞ്ഞതും ആദി പിന്നെ ഒന്നും പറഞ്ഞില്ല. ഇറങ്ങുന്നതിന് മുൻപ് ആദി ശിവയുടെ മുഖത്തേക്ക് നോക്കി. തൻ്റെ അമ്മയെ നോക്കിക്കോണേ എന്നൊരു ഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. അത് മനസ്സിലായി എന്ന പോലെ അവൾ അവനെ നോക്കി കണ്ണും ചിമ്മി. അവർ രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നതും കാശിയും പാറുവും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. പാറു കാശിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞ് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലെ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. അവൻ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. ആദി അയാളുടെ അടുത്തേക്ക് നടന്നു. കാശി, ആദി സംശയത്തോടെ ചോദിച്ചു. അകത്തുണ്ട്, കുറ്റം സമ്മതിച്ചു, കാശി അവനെ നോക്കി പറഞ്ഞു. അത് കേട്ടതും പാറു പൊട്ടിക്കരഞ്ഞു. ആദി അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്തിനാ ആദിയേട്ടാ, എൻ്റെ അച്ഛനും അമ്മ പാവമല്ലായിരുന്നോ? എന്നിട്ടും എന്തിനാ ആദിയേട്ടൻ്റെ അച്ഛൻ?
അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിറകണ്ണുകളോട് പറഞ്ഞതും അവൻ അവളെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. ഞാനൊന്നും ആദി പറയാൻ തുടങ്ങി. പറഞ്ഞു ആദിയേട്ടൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ. അവൾക്ക് ബാക്കി പറയാൻ സാധിച്ചില്ല. അപ്പോഴേക്കും അവൾ പൊട്ടിക്കരഞ്ഞു. ആദി നീ അകത്തേക്ക് ചെല്ല്. കാശി അവനെ നോക്കി പറഞ്ഞതും അവൻ തലയാട്ടി. പിന്നെ അമ്മാവനെയും കൂട്ടി അകത്തേക്ക് നടന്നു. അവർ ചെന്നപ്പോൾ അയാളും ദാമോദരനും അകത്തിരിപ്പുണ്ടായിരുന്നു. ആ വരണോ ആദി, ദേ കൂട്ടുപ്രതിയും കിട്ടിയിട്ടുണ്ട്. ആ പോലീസുകാരൻ ദാമോദരനെ ഒന്ന് നോക്കി ആദിയോട് പറഞ്ഞതും അവൻ അയാളെ നോക്കി. രണ്ടുപേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കേസ് ചാർജ് ചെയ്യണം. അയാൾ ആദ്യം നോക്കി പറഞ്ഞതും അവൻ അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കുമായിരുന്നു. അയാളുടെ മുഖം കുനിഞ്ഞിരിക്കുകയായിരുന്നു. എങ്ങനെയായിരുന്നു സർ? ആദ്യം സംശയത്തോട് ചോദിച്ചു. സർ മകന് പറഞ്ഞു കൊടുക്ക് എങ്ങനെയായിരുന്നു എന്തിനായിരുന്നു എന്ന്. ആ പോലീസുകാരൻ പുച്ഛത്തോടെ അയാളെ നോക്കി പറഞ്ഞതും അയാൾ തല ഉയർത്തി ആദിയുടെ മുഖത്തേക്ക് നോക്കി. ആദിയും അയാളെ തന്നെ നോക്കി. ആദി അയാളുടെ അടുത്തേക്ക് നടന്നു. ദാസും ദാമോദരനും അവനെ തന്നെ നോക്കി. എന്തായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം? ആദി ദേഷ്യത്തോടെ ദാസിനെ നോക്കി ചോദിച്ചു. അതിനയാൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി. ഞാൻ പറയാം ആദി. ആ പോലീസുകാരൻ പറഞ്ഞതും അവൻ അയാളെ നോക്കി. ഇയാൾക്ക് ചിന്മയുടെ അമ്മയോട് തോന്നിയ ഒരുതരം ആഗ്രഹം, മോഹം അല്ലേടോ? ആ പോലീസുകാരൻ ദാസനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞതും അയാൾ ഒന്നും മിണ്ടാതെ തലകുനിച്ചു. എങ്ങനെയായിരുന്നു സർ? ആദി വീണ്ടും ചോദിച്ചു. പറയാം. ഇയാൾ ആ കുട്ടിയുടെ അമ്മയെ പല സ്ഥലത്തും വെച്ച് ശ്രദ്ധിച്ചിരുന്നു. അമ്പലത്തിൽ പോകുമ്പോൾ കടയിൽ പോകുമ്പോൾ ഒക്കെ ഇയാളുടെ കണ്ണുകൾ അവരെ നോക്കിയിരുന്നു. ഇയാൾ അവരെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഒരു തവണ ഇയാൾ ആ സ്ത്രീ അമ്പലത്തിൽ പോയ ദിവസം ഇയാളുടെ മനസ്സിൽ തോന്നിയ ആഗ്രഹം അവരോട് പറഞ്ഞു. അന്ന് അവർ ഇയാളെ തല്ലി. പക്ഷെ അത് ഒഴിഞ്ഞൊരു സ്ഥലത്ത് വെച്ചായതുകൊണ്ട് ആരും അറിഞ്ഞില്ല. ഇയാളുടെ പണവും പ്രതാപവും കണ്ട് എല്ലാ സ്ത്രീകളെയും പോലെ അവർ വീടില്ലെന്ന് ഇയാൾക്ക് മനസ്സിലായതും ഇയാൾ ആ ആഗ്രഹം ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ ആദ്യം സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ഇവരുടെ മകളാണെന്ന് പിന്നീട് ഇയാൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാ ആദ്യം അത് പറഞ്ഞപ്പോൾ ഇപ്പം പഠിക്ക്, അതിനെപ്പറ്റിയൊക്കെ പിന്നീട് ചിന്തിക്കാമെന്ന് ഇയാൾ പറഞ്ഞ് കൈയൊഴിഞ്ഞത്. കാരണം ഇയാൾക്ക് ഉറപ്പായിരുന്നു അതൊരിക്കലും നടക്കില്ല എന്ന്. ഒരിക്കലും ഇവർ ഇയാളുമായിട്ടുള്ള ഒരു ബന്ധത്തിന് നിൽക്കില്ല എന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. പിന്നീട് ആദ്യം നിർബന്ധിച്ചപ്പോഴാണ് ഇയാൾ അവിടേക്ക് പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു സമാധാന സന്ധിയിൽ എത്താമെന്നും കരുതി ഇയാൾ ചിന്മയുടെ അച്ഛനില്ലാത്ത സമയം നോക്കി തന്നെ അവിടേക്ക് ചെന്നു. അപ്പോൾ അവിടെ ആ സ്ത്രീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂട്ടിന് കൂട്ടിയതേ ഇങ്ങേരെ. അയാൾ ദാമോദരനെ ചൂണ്ടി പറഞ്ഞതും ആദ്യം അയാളെ നോക്കി. പക്ഷേ ഇയാള് പാറുവിൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരനല്ലായിരുന്നോ? ആദ്യം സംശയത്തോട് ചോദിച്ചു. ഇവന്മാരെ പോലെ ഉള്ളവന്മാർക്ക് എന്ത് കൂട്ടുകാരൻ, എന്ത് സൗഹൃദം? പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്ന് പറയുന്നത് പോലെ ഇയാളുടെ കയ്യിൽ ഇട്ടുമൂടാനുള്ള പണം ഉള്ളപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ സൗഹൃദമാണോ ഇയാൾക്ക് വലുത്? പണമായിരിക്കുമോ? ആ പോലീസുകാരൻ പുച്ഛത്തോടെ പറഞ്ഞു. സംസാരത്തിനിടയിൽ എപ്പോഴോ ഇവർ തമ്മിൽ സൗഹൃദം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ദാസ് ഇയാളെ കൂട്ടി അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെയാ ഇവർ രണ്ടുപേരും അവിടെ ചെല്ലുന്നത്. ഇവരോട് ചെന്നപ്പോൾ ആ മനുഷ്യൻ അവിടെ ഇല്ലായിരുന്നല്ലോ. അവിടേക്ക് ചെന്ന ഇയാളോട് ആ സ്ത്രീ ഇറങ്ങിപ്പോകാൻ അപ്പോൾ തന്നെ പറഞ്ഞു. എന്തായാലും ഈ ബന്ധം നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ഇയാൾ തൻ്റെ ആഗ്രഹമെങ്കിലും ബലമായിട്ട് നടത്താമെന്ന് കരുതി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് നടത്തിയ ബലപ്രയോഗത്തിനൊടുവിൽ ഇവർ ആ സ്ത്രീയെ പിടിച്ച് തള്ളി. ഭിത്തിയിൽ തലയിടിച്ച് വീണ അവരുടെ ബോധം അപ്പോഴേ മറഞ്ഞു. എന്നിട്ടും ഉമാര് അവരെ വിടാൻ തയ്യാറായില്ല. ആ സ്ത്രീയോട് ക്രൂരത കാണിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു ചിന്മയുടെ അച്ഛൻ അവിടേക്ക് വരുന്നത്. അയാളുടെ ശബ്ദം കേട്ട് ഇവർ വാതിലിന്റെ മറവിൽ മറഞ്ഞു നിന്നു. വീടിനകത്തേക്ക് കയറി അയാൾ കാണുന്നത് ബോധമറ്റ് കിടക്കുന്ന ഭാര്യയാണ്. അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും, ഇവർ പിടിക്കപ്പെടും എന്നൊക്കെ മനസ്സിലായ നിമിഷത്തിൽ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അയാളെ അവിടെ ഹാളിൽ കിടന്നൊരു തുണിയെടുത്ത് കഴുത്തിൽ ചുറ്റിക്കൊന്നു. ഇനിയും ആരെങ്കിലും കയറി വന്നാൽ അവർക്ക് പിടിവീഴുമെന്ന് മനസ്സിലാക്കിയ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അവരെ രണ്ടുപേരെയും കെട്ടിത്തൂക്കി. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ. അവർക്ക് വേണ്ടി അന്വേഷിക്കാനോ ആ കുട്ടിക്ക് വേണ്ടി സംസാരിക്കാനോ ആരുമില്ലാത്തതുകൊണ്ട് അത് വെറും ഒരു ആത്മഹത്യയായിട്ട് മാറി. ഇയാൾ അതിനെ മാറ്റി. ആ പോലീസുകാരൻ പുച്ഛത്തോടെ പറഞ്ഞതും ആദ്യം അയാളെ അവജ്ഞയോടെ നോക്കി.